ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് പരിചയപ്പെടാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിൻ്റെ റെസിപ്പിയാണ്. ആദ്യമേ തന്നെ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തു വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബ്രെഡൊക്കെ നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കുക്കർ ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസിൽ വച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത് നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മുകളിലായിട്ട് ഇത് വച്ചു കൊടുത്ത് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും ഇത് ആവി വരാനായിട്ട്. ഏകദേശം 2 മിനിറ്റ് നമ്മുടെ പുട്ടിന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആവി വന്ന് തീർന്നതിന് ശേഷം നമുക്ക് ഈ പുട്ട് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ബ്രെഡ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.